അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മണിപ്പുട്ട്. അപ്പൊ മണിപ്പുട്ട് കഴിക്കാൻ വേണ്ടി നമുക്കിപ്പം ആ കടയിലാണ്, നമ്മുടെ ചെറിയ പള്ളിയുടെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് വരുന്ന കട. മോനും മോളും ഉണ്ട്. അപ്പൊ നമ്മുടെ ഷൗക്കത്ത് പാപ്പാടെയും ഐഷാ ബീബി ഉമ്മയുടെയും കടയാണ്. കടയ്ക്ക് വലിയ പ്രത്യേകിച്ച് വേറെ പേരൊന്നും ഇല്ല. അപ്പൊ നാടൻ ഫുഡ്. ഇപ്പൊ ഞാനൊക്കെ എനിക്ക് വന്ന് എന്റെ കൊച്ചിലെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോ ഈ പുട്ടും പയറും ആദ്യം കുറെ നാളുകൾക്ക് ശേഷമാണ് കഴിക്കുന്നത്. പുട്ടും പയറും പപ്പടം ഒക്കെ ചേർത്തിട്ട് അങ്ങനെ നാടൻ ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ളവരും അതല്ലേ വലിയ രീതിയിലൊരു കച്ചവടം എന്നല്ല, അവര് ഒരുപാട് വർഷമായിട്ട് ചെയ്ത് അവരുടെ കാര്യങ്ങൾ ചെലവ് അല്ലേ. കമ്പനി ജോലിയായിരുന്നു 2013 പിരിഞ്ഞതാ. 2013 പിരിഞ്ഞ അവിടെ പിരിഞ്ഞതിന് ശേഷം പിന്നെ കടയില് കട ഉണ്ടായിരുന്നു. ജോലി ചെയ്ത് കടയും അതൊക്കെ ഉണ്ടായിരുന്നു. 20 കൊല്ലം. എങ്ങനെ ഇത് ഉണ്ടാക്കുന്ന മണിപ്പുട്ടെന്ന് അരിമാവ് കിണ്ടി മാവ് പത്തിരിക്ക് മാവ് കഴിയുന്ന പേയാണ്. പേയിട്ട് പീച്ച് സേവനാഴിക്കകത്ത് ചിരിയപ്പത്തിന് വീശുന്ന പോലെ പീച്ചിട്ട് വാരിയിട്ട് ഒരു വേവും കൂടെ വേവും. മൊത്തം ഇത് 2 വേവാ. വറുത്ത് ഇടിച്ച് കൊണ്ടുവന്ന് വറുത്ത മാവാ ഇടിക്കുന്നത്. ഇരുന്നിട്ട് പൊടിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് കിണ്ടുന്നത്. കിണ്ടി വെച്ച് വരുമ്പോ ആ ഒരു വേവ്, പിന്നെ കുറ്റി വാരി വെക്കുന്ന ഒരു വേവ്, 2 വേവാ. പിന്നെ പുട്ട് പയർ പപ്പടം ഒരു യൂണിറ്റ് എന്നും പറയും 40 രൂപ. ഒരു യൂണിറ്റ് പുട്ടിന് 40 രൂപ. പുട്ടിന് മാത്രമല്ല, പുട്ട് പയർ പപ്പടം എല്ലാം കൂടെ ഒരു പ്ലേറ്റ് 40 രൂപ. എത്ര വർഷമായി ഇവിടെ മണിപ്പുട്ട് തുടങ്ങിയിട്ട്? 20 വർഷമായിട്ട് ഇവിടെ കുറ്റിച്ചിറയില് മണിപ്പുട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞേട്ടോ. ഞങ്ങൾ യാദൃശ്ചികമായിട്ട് ഇവിടെ കുറ്റിച്ചിറ വന്ന സമയത്താണ് അറിയുന്നത് ഇവിടെ ഇങ്ങനെ മണിപ്പുട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇതുവരെ ഇങ്ങനെ മണിപ്പുട്ട് കഴിച്ചിട്ടില്ല. ആദ്യമായി മണിപ്പുട്ട് കഴിക്കാൻ വേണ്ടി നമ്മുടെ കുറ്റിച്ചിറയില് ഈ ഇവരുടെ കടയിൽ വന്നത്. ഒരു 25 വർഷത്തെ പാരമ്പര്യം ഉണ്ട് അവർക്ക്. ഇതാ അപ്പൊ നമ്മളെ സേവനാഴിയിൽ പീച്ചിട്ടിരിക്കുന്ന മാവ് അല്ലേ. ഇത് ഈ ഒട്ടത്തൊന്നുമില്ലേ? ഒട്ടാതിരിക്കാൻ വേണ്ടിട്ട് ഈ നല്ലപോലെ വെന്തില്ലെങ്കിലും എന്തില്ലെങ്കിലും വെള്ളം കൂടി പോയാലും വരും. ഇതൊരു പരുവാ. പരുവം തെറ്റിയാ വീട്ടിലുണ്ടാക്കും. പൊടിമാവിട്ട് വാരിയാ മുള കണ്ടോ. ഇതില് മാവിട്ട് ഇളക്കി പരസ്പരം ഒട്ടാത്ത രീതിയിലാക്കി എടുത്തു. അതിലല്ല മേശയുടെ അടുത്ത് മാവ് തേക്കും, വാരി വെക്കും. അപ്പൊ നമുക്ക് എന്തായാലും മണിപ്പുട്ട് കഴിച്ചോ. മണിപ്പുട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു വ്യത്യസ്തമായ ടേസ്റ്റ്. പുട്ട് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിലൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പുട്ടും പയറും പപ്പടവും എല്ലാം കൂടെ അടിപൊളിയായിരുന്നു. അപ്പൊ ആർക്കെങ്കിലും മണിപ്പുട്ട് കഴിക്കണമെങ്കിൽ നമ്മുടെ കുറ്റിച്ചിറ പഞ്ചായത്ത് ഓഫീസ് കഴിഞ്ഞ് നമ്മുടെ ചെറിയ പള്ളിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഈ കട. ഐഷാ ബീബി ഉമ്മയുടെ കടയാണ്. കടയ്ക്ക് വലിയ പേരോ പരസ്യങ്ങളോ ഒന്നും ഇല്ല, ഒരു കുഞ്ഞി കട. അപ്പൊ നമ്മൾ 20-25 വർഷമായിട്ട് ഈ കടയോടെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് മണിപ്പുട്ട് കഴിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. നല്ല അടിപൊളി പുട്ടും പയറും പപ്പടവും എല്ലാം കൂടെ കഴിക്കും.